നമസ്കാരം. PSC ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ തൊഴിൽവീതിയിൽ നമ്മുടെ സുജേഷ് പുറക്കാട് സർ തയ്യാറാക്കിയ കേരളം ഭരണവും ഭരണപരിഷ്കാരവും എന്ന ഭാഗത്ത് നിന്നും തയ്യാറാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ്: സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിയമനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് എന്നാണ് ചോദ്യം. ഇതാണ് 4 പ്രസ്താവനകൾ നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് തന്നിട്ടുണ്ട്. അതിൽ നിന്നും ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് എന്ന് കണ്ടെത്താനാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. ശരിയാണോ? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണോ? ഓക്കെ, രണ്ടാമത്തെ പ്രസ്താവന നോക്കാം. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇത് രണ്ടും, ഒന്നാമത്തെ പ്രസ്താവന രണ്ടാമത്തെ പ്രസ്താവനയും കേൾക്കുമ്പോൾ നമുക്ക് ഡൗട്ട് വന്നു അല്ലേ? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ നിയമിക്കുന്നത് ഗവർണറാണോ രാഷ്ട്രപതിയാണോ എന്ന ഒരു ഡൗട്ട് വന്നു. അപ്പോൾ നമ്മൾ എന്താക്കണം? കൃത്യമായിട്ട് പഠിക്കുക. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുന്നത് ആരാണ് കൂട്ടുകാരെ? യെസ്, ഗവർണർ ആണല്ലേ. ഗവർണർ. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്, രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന നോക്കാം. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി 65 വയസ്സ് തികയുന്നതുവരെയോ പരമാവധി 5 വർഷമോ ആണ്. ശരിയായ പ്രസ്താവനയാണോ? ശരിയായ പ്രസ്താവനയാണല്ലേ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി 65 വയസ്സ് തികയുന്നതുവരെയോ പരമാവധി 5 വർഷമോ ആണ്. ഇനി നാലാമത്തെ പ്രസ്താവന നോക്കിയാലോ. ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 243 വകുപ്പ് 1 പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. അതും ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 243 വകുപ്പ് 1 പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അല്ലേ. സംസ്ഥാന നിയമസഭകളിലേക്കും പാർലമെന്റിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് പുറമെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളുടെ നടത്തിപ്പും നിയന്ത്രണവും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. എന്താണ്? സംസ്ഥാന നിയമസഭകളിലേക്കും പാർലമെന്റുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് പുറമെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളുടെ നടത്തിപ്പും നിയന്ത്രണവും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണല്ലേ. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പ്, മേൽനോട്ടം, നിയന്ത്രണം തുടങ്ങിയവ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലയാണ്. ഇത് രണ്ടും മാറിപ്പോലെ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പ്, മേൽനോട്ടം, നിയന്ത്രണം എന്നിവ ആർക്കാണ്? എന്താണ്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല, പകരം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളാണ്. ഓക്കെ അല്ലേ? ഇനി 1950 ജനുവരി 25 ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം 324 അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത്. 1950 ജനുവരി 25 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത് എപ്പോഴാണ്? 1950 ജനുവരി 25 അല്ലേ. 1993 ഡിസംബർ 3 കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പം കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ് കൂട്ടുകാരെ? 1993 ഡിസംബർ 3 ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായി അല്ലേ. അപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തിപ്പ്, മേൽനോട്ടം, നിയന്ത്രണം നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. എന്താണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത് 1950 ജനുവരി 25 കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 1993 ഡിസംബർ 3 രൂപീകൃതമായത്. ഇനി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുടെ കാലാവധി 65 വയസ്സ് തികയുന്നത് വരെയോ 5 വർഷമോ ആണല്ലേ. ഇനി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുന്നത് ഗവർണറാണ് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ അന്നപൂർണ പദ്ധതിയിൽ ഉൾപ്പെടുന്നവർ ആര് എന്നാണ് ചോദ്യം. അന്നപൂർണ പദ്ധതി 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണല്ലേ. എന്താണ് അന്നപൂർണ പദ്ധതി? നമുക്ക് പഠിച്ചാൽ തീർന്നൂലേ പ്രശ്നം. നമുക്ക് അന്നപൂർണ പദ്ധതി നമുക്ക് എന്താണെന്ന് നോക്കാം. സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കടയിലൂടെ
നൽകുന്ന സർക്കാർ പദ്ധതിയാണ് അന്നപൂർണ. മനസ്സിലായില്ലേ? എത്ര വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കാണ്? 65 വയസ്സിന് അല്ലേ? ഓർത്തിരിക്കുക, 65 വയസ്സാണ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയത്. പി സി തരുന്നത് ഇതേ സംഭവം തരും, പകരം 60 വയസ്സ്, 80 വയസ്സ്, 75 വയസ്സ്, 65 വയസ്സൊക്കെ തരും. അപ്പം നമ്മൾ പഠിച്ചിരിക്കുക, സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കടയിലൂടെ നൽകുന്ന സർക്കാർ പദ്ധതിയാണ് അന്നപൂർണ പദ്ധതി അല്ലേ? അന്നപൂർണ പദ്ധതി 2000-ൽ മുതിർന്ന പൗരന്മാർക്കായി നടപ്പിലാക്കുന്നു. വയോജനങ്ങൾക്ക് പ്രതിമാസം 10 കിലോ ഭക്ഷ്യധാന്യം വയോജനങ്ങൾക്ക് പ്രതിമാസം 10 കിലോ ധാന്യം സൗജന്യമായി വിതരണം ചെയ്യുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതിയാണ് ഏത്? അന്നപൂർണ അല്ലേ? കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉഷസ്. ഈ ഉഷസ് പദ്ധതി അടുത്ത് നടന്ന ഒരു പരീക്ഷയിൽ പി എസ് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഉഷസ് പദ്ധതി? ചേരികളിൽ താമസിക്കുന്നവർക്കാണ് അല്ലേ? കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത് കൂട്ടരെ? ഉഷസ് അല്ലേ? ഉഷസ്. ഇനി എന്താണ് എൻ്റെ മരം പദ്ധതി? കുട്ടികളിൽ പ്രകൃതി സ്നേഹം വളർത്താനായി വിദ്യാഭ്യാസ വനം വകുപ്പുകൾ ചേർന്ന് ആരംഭിച്ച വനവൽക്കരണ പദ്ധതിയാണ് എൻ്റെ മരം പദ്ധതി. നമുക്ക് എല്ലാവർക്കും എൻ്റെ മരം പദ്ധതിയിലൂടെ എന്താ കിട്ടിയിട്ടുണ്ട്? നമുക്ക് ഒരു മരവും പകരം അതിൻ്റെ വളർച്ച രേഖപ്പെടുത്താനുള്ള ഒരു ബുക്കും അതൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഓരോ ദിവസവും ആ ചെടിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിച്ച് എൻ്റെ മരം എന്ന ബുക്കിൽ രേഖപ്പെടുത്താനൊക്കെ ലഭിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മൾ നട്ട എൻ്റെ മരമൊക്കെ വലുതായോ? വലുതായിട്ടുണ്ടാവും. ചില ആൾക്കാരുടെ വലുതായിട്ടുണ്ടാവും, ചില ആൾക്കാരുടെ നശിച്ചു പോയിട്ടുണ്ടാവും, ചില ആൾക്കാരുടെ മുറിച്ചു മാറ്റിയിട്ടുണ്ടാവും. ഓക്കെ, യെസ്. ഇനി എന്താണ് നമ്മുടെ മരം? എൻ്റെ മരം പദ്ധതി പഠിച്ചൂലേ? കുട്ടികളിൽ പ്രകൃതി സ്നേഹം വളർത്താനായി വിദ്യാഭ്യാസ വനം വകുപ്പുകൾ ചേർന്ന് ആരംഭിച്ച വനവൽക്കരണ പദ്ധതിയാണ് എൻ്റെ മരം അല്ലേ? കേരളത്തിലെ കലാലയങ്ങൾ ഹരിതാഭമാക്കാൻ വിദ്യാഭ്യാസ വനം വകുപ്പുകൾ ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് നമ്മുടെ മരം. കേരളത്തിലെ കലാലയങ്ങൾ അതെന്താണ്? സ്കൂളുകൾ അല്ലേ? കോളേജുകൾ അതൊക്കെ കലാലയങ്ങളിൽ പെടില്ലേ? യെസ്. കേരളത്തിലെ കലാലയങ്ങൾ ഹരിതാഭമാക്കാൻ വിദ്യാഭ്യാസ വനം വകുപ്പുകൾ ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് നമ്മുടെ മരം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സംസ്ഥാന വനിതാ കമ്മീഷനെ നിയമിക്കുന്നതും സംസ്ഥാന വനിതാ കമ്മീഷനെ നിയമിക്കാനും നീക്കം ചെയ്യുവാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സംസ്ഥാന വനിതാ കമ്മീഷനെ നിയമിക്കാനും നീക്കം ചെയ്യുവാനുമുള്ള അധികാരം സംസ്ഥാന സർക്കാരിനാണ് എന്നാണ് ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത്. ഒന്നാമത്തെ പ്രസ്താവന തികച്ചും ശരിയാണ് അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ പ്രസ്താവന കടന്നു പോയാലോ? സംസ്ഥാന വനിതാ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിനാണ്. സംസ്ഥാന സർക്കാർ എന്താണ്? നിയമിച്ചു അല്ലേ? അപ്പം സംസ്ഥാന സർക്കാരിന് എന്തുവാക്കണം? റിപ്പോർട്ട് സമർപ്പിക്കണം. സംസ്ഥാന സർക്കാർ ഈ റിപ്പോർട്ട് നിയമസഭയിൽ സമർപ്പിക്കണം. ഈ രണ്ടാമത്തെ പ്രസ്താവനയും എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. നമുക്ക് നോക്കാം. സംസ്ഥാന വനിതാ കമ്മീഷനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുവാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനാണ്. ഇനിയോ ഈ സംസ്ഥാന വനിതാ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? സംസ്ഥാന സർക്കാരിനാണ്. ഈ സംസ്ഥാന വനിതാ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ നിയമസഭയിൽ സമർപ്പിക്കണം. നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ. 1990 കേരള വനിതാ കമ്മീഷൻ നിയമത്തിലെ 5-ാം വകുപ്പ് പ്രകാരമാണ് കേരള വനിതാ കമ്മീഷൻ രൂപീകരിച്ചത്. ഇത് എന്താണ്? ഏത് വകുപ്പ് പ്രകാരമാണ് രൂപീകൃതമായത് എന്ന് PSC ചോദിക്കാറുണ്ട്. 1990 കേരള വനിതാ കമ്മീഷൻ നിയമത്തിലെ 5-ാം വകുപ്പ് പ്രകാരമാണ് കേരള വനിതാ കമ്മീഷൻ രൂപീകരിച്ചത്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകൃതമായത് 1996 മാർച്ച് 14 എന്ന കാര്യം ഓർത്തു വെക്കുക.
കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകൃതമായത് എപ്പോഴാണ്? 1996 മാർച്ച് 14. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് നിലവിൽ വന്നത് 1995 1995 കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട്. അപ്പം കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് വന്നതിന് ശേഷമാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകൃതമായത്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകൃതമായത് 1996 മാർച്ച് 14. ഓക്കെ അല്ലേ? ഇനി കമ്മീഷനിൽ ഒരു ചെയർപേഴ്സൺ, 4 കൂടാത്ത അംഗങ്ങൾ, ഒരു സെക്രട്ടറി എന്നിവർ ഉണ്ടാകും. ചെയർപേഴ്സൺ, അംഗങ്ങൾ എന്നിവർ സ്ത്രീകളായിരിക്കണം. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് അറിവും പരിചയവുമുള്ള ആളായിരിക്കണം ചെയർപേഴ്സൺ. ഒരു അംഗം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആളുമാകണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മീഷനിൽ ഒരു ചെയർപേഴ്സൺ, 4 കൂടാത്ത അംഗങ്ങൾ, ഒരു സെക്രട്ടറി എന്നിവർ ഉണ്ടാകണം. ചെയർപേഴ്സൺ, അംഗങ്ങൾ എന്നിവർ സ്ത്രീകളായിരിക്കണേ. ഇനി സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് അറിവും പരിചയമുള്ള ആളായിരിക്കണം ആര്? ചെയർപേഴ്സൺ. ഒരു അംഗം പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്നുള്ള ആളുമായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോയാൽ ലോകായുക്തയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ലോകായുക്തവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്? ഒന്നാമത്തെ പ്രസ്താവന, 1998 നവംബർ 15 കേരള ലോകായുക്ത നിലവിൽ വന്നത്. ശരിയാണോ? ശരിയാണല്ലേ? ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. 1998 നവംബർ 15 കേരള ലോകായുക്ത നിലവിൽ വന്നത്. ഇനി രണ്ടാമത്തെ പ്രസ്താവന, 2000 മാർച്ച് 4 കേരള ലോകായുക്ത രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്. എന്നാണ് 2000 മാർച്ച് 4. തെറ്റായ പ്രസ്താവനയാണല്ലേ? അത് 2000 അല്ല, പകരം എത്രയാണ്? 1999 മാർച്ച് 4 കേരള ലോകായുക്തയ്ക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച വർഷം 1999 മാർച്ച് 4. താഴെയുണ്ട്. ഇതാ പ്രസ്താവന 2 തെറ്റാണ്. ഇതാണ് കേരള ലോകായുക്തയ്ക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 1999 മാർച്ച് 4. ഇനി മൂന്നാമത്തെ പ്രസ്താവന നോക്കിയാലോ? ലോകായുക്ത ഉപലോകായുക്തയെ നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ് എന്നാണ് പറയുന്നത്. അത് തെറ്റാണല്ലേ? തെറ്റായ പ്രസ്താവനയാണ്. ഏത് കൂട്ടുകാരെ? മൂന്നാമത്തെ പ്രസ്താവന. ഇതിന് ശരിയായത് ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് മൂന്നാമത്തെ പ്രസ്താവന തെറ്റ് എന്ന് നോക്കാം. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ലോകായുക്ത അതുപോലെ തന്നെ ഉപലോകായുക്തയെ നീക്കം ചെയ്യുവാനുള്ള അധികാരം സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്കാണ്. ആർക്കാണ്? സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്കാണ്. അപ്പം കേരള ലോകായുക്തയ്ക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 1999 മാർച്ച് 4 മനസ്സിലായില്ലേ? ഇനി ലോകായുക്തയും ഉപലോകായുക്തയും നീക്കം ചെയ്യുവാനുള്ള അധികാരം സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്കാണ്. ഇനി എന്താണ് ലോകായുക്ത? എന്താണ് ലോകായുക്തയുടെ ധർമ്മം? ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സർക്കാർ സേവനങ്ങളിലെ അഴിമതി വിരുദ്ധ സംവിധാനമാണ് ഏത് കൂട്ടുകാരെ? ലോകായുക്ത. സംസ്ഥാനങ്ങളിൽ അഴിമതി നടക്കുന്നുണ്ടോ സർക്കാർ ഉദ്യോഗസ്ഥരും നമ്മുടെ അഴിമതി നടക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള സംവിധാനമാണ് ലോകായുക്ത. ഒരു അംഗത്തെ ലോകായുക്തയായും മറ്റു 2 അംഗങ്ങളെ ഉപലോകായുക്തയായും ഗവർണർ നിയമിക്കുന്നു. ആര് നിയമിക്കുന്നു? ഗവർണർ നിയമിക്കുന്നു അല്ലേ? ഒരംഗത്തെ ലോകായുക്തയായും മറ്റു 2 അംഗങ്ങളെ ഉപലോകായുക്തയായും ഗവർണർ നിയമിക്കുന്നു. ലോകായുക്തയും ഉപലോകായുക്തയും രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ്. ലോകായുക്തയുടെ ശമ്പളം ഹൈക്കോടതി ചീഫ് ജസ്റ്റിന്റെ ശമ്പളത്തിന് തുല്യമാണ്. ഉപലോകായുക്തയുടെ ശമ്പളം ഹൈക്കോടതി ജഡ്ജിയുടെ ശമ്പളത്തിന് തുല്യമാണെന്നും കൂടി ഓർത്തു വെക്കുക. മനസ്സിലായില്ലേ? അപ്പം ലോകായുക്തയെയും ഉപലോകായുക്തയെയും നീക്കം ചെയ്യുവാനുള്ള അധികാരം സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്കാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സർക്കാർ സേവനങ്ങളിലെ അഴിമതി വിരുദ്ധ സംവിധാനമാണ് ലോകായുക്ത. ഒരംഗത്തെ ലോകായുക്തയായും മറ്റു 2 അംഗങ്ങളെ ഉപലോകായുക്തയായും ഗവർണർ നിയമിക്കുന്നു. ലോകായുക്തയും ഉപലോകായുക്തയും രാജിക്കത്ത് സമർപ്പിക്കുന്നത് കേരള സംസ്ഥാന ഗവർണർക്കാണ്. ലോകായുക്തയുടെ ശമ്പളം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളത്തിന് തുല്യവും ഉപലോകായുക്തയുടെ ശമ്പളം ഹൈക്കോടതി ജഡ്ജിയുടെ ശമ്പളത്തിന് തുല്യവുമാണെന്ന കാര്യങ്ങൾ
ഓക്കെ അല്ലേ? യെസ്. ഇനി 1998 നവംബർ 15 കേരള ലോകായുക്ത നിലവിൽ വന്നതെന്ന് മനസ്സിലായില്ലേ? പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? യെസ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവുകയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ എന്താക്കണം? നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ അല്ലേ? യെസ്. ഇനി ഒന്നാമത്തെ പ്രസ്താവന, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നാമത്തെ പ്രസ്താവന, കേരള സിവിൽ സർവീസിന്റെ നിയമനാധികാരി കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്. തെറ്റല്ലേ? കേരള സിവിൽ സർവീസ് നിയമനാധികാരി ആരാണ് കൂട്ടുകാരെ? നമ്മളെ സംസ്ഥാന സർക്കാരാണ് അല്ലേ? അതുകൊണ്ട് ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? സിവിൽ സർവീസിലെ ഉദ്യോഗ നിയമന രീതികൾ, പ്രമോഷൻ, അച്ചടക്ക നടപടികൾ എന്നിവ സംബന്ധിച്ച് സർക്കാരിന് ഉപദേശം നൽകുന്നു. എന്താണ്? കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സിവിൽ സർവീസിലെ ഉദ്യോഗ നിയമന രീതികൾ, പ്രമോഷൻ, അച്ചടക്ക നടപടികൾ എന്നിവ സംബന്ധിച്ച് സർക്കാരിന് ഉപദേശം നൽകുന്നു. രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ് അല്ലേ? രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത്, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 6 വർഷം 65 വയസ്സാണ് എന്നാണ് പറയുന്നത്. അത് തെറ്റായ പ്രസ്താവനയാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ എത്രയാണ് കൂട്ടുകാരെ? 62 വയസ്സാണ്. നാലാമത്തെ പ്രസ്താവന, പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് കൂട്ടുകാരെ? ഭാഗം 14 അത് ശരിയായ പ്രസ്താവനയാണ്. പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 14. ഇതിന്റെ റിലേറ്റഡ് ഫാക്ട് നമുക്കൊന്ന് പഠിച്ചുകൂടെ? യെസ്. അപ്പം ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. എന്തുകൊണ്ടാണ് ഒന്നാമത്തെ പ്രസ്താവന തെറ്റായത്? കേരള സിവിൽ സർവീസിന്റെ നിയമനാധികാരി കേരള സർക്കാരാണ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ല. ആരാണ്? കേരള സർക്കാർ. കേരള സിവിൽ സർവീസിന്റെ നിയമനാധികാരി കേരള സർക്കാരാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. കാരണം സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ് ഏതാണോ ഫസ്റ്റ് ആവുന്നത് അതായിരിക്കും. ഇപ്പം ഒരു വ്യക്തി അയാൾക്ക് 62 വയസ്സ് 4 വർഷം മാത്രമേ ആയിട്ടുള്ളൂ, അംഗമായിട്ട് 4 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ അയാൾ 62 വയസ്സായി എന്ന് വെച്ചാൽ അയാൾ എന്താക്കണം? റിട്ടയർമെന്റ് ആവണം അല്ലേ? അതിൽ നിന്ന് പിരിയണം. ഓക്കെ അല്ലേ? ഇനി കേരളം നിലവിൽ വന്നതോടെ തിരുക്കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി രൂപാന്തരപ്പെട്ടു. കേരളം നിലവിൽ വന്നതോടെ തിരുക്കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി രൂപാന്തരപ്പെട്ടു. വിവിധ തസ്തികയിൽ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിലുണ്ടായിരുന്നു. ഡോക്ടർ GD നോക്സ് ആയിരുന്നു ആദ്യ കമ്മീഷണർ. തിരുക്കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ കമ്മീഷണറായിരുന്നു GD നോക്സ് ആയിരുന്നു. തിരുക്കൊച്ചി സംയോജനം വരെ അദ്ദേഹം പ്രവർത്തിച്ചു. കേരള സംസ്ഥാനം രൂപീകരിച്ച ശേഷം നിലവിൽ വന്ന PSCയുടെ പ്രഥമ ചെയർമാൻ VK വേലായുധനാണ്. നമുക്ക് അറിയാലേ? കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതോടെ നിലവിൽ വന്ന കേരള PSCയുടെ പ്രഥമ ചെയർമാൻ ആരാണ്? VK വേലായുധൻ. ആരാണ് കൂട്ടുകാരെ? VK വേലായുധൻ. ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, തന്നിരിക്കുന്നവയിൽ പിങ്ക് അലേർട്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? പിങ്ക് അലേർട്ട്, തന്നിരിക്കുന്നവയിൽ പിങ്ക് അലേർട്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി, കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യ വനിതാ ദുരന്ത നിവാരണ സംഘമാണ് ഏത്? പിങ്ക് അലേർട്ട്. എന്താണ് പിങ്ക് അലേർട്ട്? നമുക്ക് പഠിക്കാം. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ടാക്സി സർവീസിന്റെ പേരാണ് കുടുംബശ്രീ ട്രാവൽസ് എന്നാണ്. എന്താണ് കുടുംബശ്രീ ട്രാവൽസ്? എന്താണ് കുടുംബശ്രീ ട്രാവൽസ്? ആ പേരിൽ തന്നെ ഉണ്ടല്ലേ. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ടാക്സി സർവീസിന്റെ പേരാണ് കുടുംബശ്രീ ട്രാവൽസ്. ഓക്കെ അല്ലേ? സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ഇടം ലഭിക്കാത്ത നിരാലംബരായ ആളുകൾക്ക് അതിജീവന ആവശ്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കുന്ന സംരംഭമാണ് ആശ്രയ. എന്താണ്? സമൂഹത്തിലെ മുഖ്യധാരയിൽ ഇടം ലഭിക്കാത്ത നിരാലംബരായ ആളുകൾക്ക് അതിജീവന ആവശ്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കുന്ന സംരംഭമാണ് ആശ്രയ. ഏതാണ്? ആശ്രയ. ഓക്കെ അല്ലേ?
ഇനി എന്താണ് ഷീ ലോഡ്ജ്? വിദ്യാർത്ഥിനികൾക്കും സ്ത്രീകൾക്കും മിതമായ നിരക്കിൽ സുരക്ഷിതമായ താമസ സൗകര്യവും ആഹാരവും ഒരുക്കുന്ന സംരംഭമാണ് ഷീ ലോഡ്ജ്. എന്താണ്? വിദ്യാർത്ഥിനികൾക്കും എന്താണ് സ്ത്രീകൾക്കും മിതമായ നിരക്കിൽ സുരക്ഷിതമായ താമസ സൗകര്യവും ആഹാരവും ഒരുക്കുന്ന സംരംഭമാണ് ഷീ ലോഡ്ജ്. ഓക്കെ, അപ്പൊ എന്താണ് കുടുംബശ്രീ ട്രാവൽസ്? സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ടാക്സി സർവീസാണ് കുടുംബശ്രീ ട്രാവൽസ്. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ഇടം ലഭിക്കാത്ത നിരാലംബരായ ആളുകൾക്ക് അതിജീവന ആവശ്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കുന്ന സംരംഭമാണ് ആശ്രയ. ഇനി വിദ്യാർത്ഥിനികൾക്കും സ്ത്രീകൾക്കും മിതമായ നിരക്കിൽ സുരക്ഷിതമായ താമസ സൗകര്യവും ആഹാരവും ഒരുക്കുന്ന സംരംഭം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം എന്താണ് ഷീ ലോഡ്ജ്. ഓക്കെ, മഹാത്മാഗാന്ധി, ഇത് ഓൾറെഡി PSC ചോദ്യമാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 100 ദിവസത്തെ തൊഴിൽ ലഭിച്ച പട്ടികവർഗക്കാർക്ക് 100 ദിവസത്തെ തൊഴിൽ കൂടി ലഭ്യമാക്കാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏത്? എന്താണ്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 100 ദിവസത്തെ തൊഴിൽ ലഭിച്ച പട്ടികവർഗക്കാർക്ക് 100 ദിവസത്തെ തൊഴിൽ കൂടി ലഭ്യമാക്കാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കൂട്ടുകാരെ ട്രൈബൽ പ്ലസ്. എന്താണ്? ട്രൈബൽ പ്ലസ് ആണ്. അവർക്ക് ഒരു പ്ലസ് എന്താണ്? ഒരു 100 ജോലി കൂടി. ആർക്കാണ്? പട്ടികവർഗക്കാർക്ക് 100 ദിവസത്തെ തൊഴിൽ ലഭിച്ചു. അവർക്ക് ഓൾറെഡി 100 ദിവസത്തെ തൊഴിൽ ലഭിച്ചു. ഇനി പ്ലസ് 100, അതായത് ട്രൈബൽ പ്ലസ് 100 ദിവസത്തെ തൊഴിൽ കൂടി ലഭ്യമാക്കാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ട്രൈബൽ പ്ലസ് അല്ലേ. ഇനി കേരള സംസ്ഥാന ആദിവാസി വികസന വകുപ്പാണ് ട്രൈബൽ പ്ലസ് പദ്ധതിയുടെ ചെലവ് വഹിക്കുന്നത്. ആരാണ്? കേരള സംസ്ഥാന ആദിവാസി വികസന വകുപ്പാണ് ട്രൈബൽ പ്ലസ് പദ്ധതിയുടെ ചെലവ് വഹിക്കുന്നത്. മനസ്സിലായോ? മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്കു കീഴിൽ 100 ദിവസം തൊഴിൽ പൂർത്തിയാക്കുന്ന കേരളത്തിലെ എല്ലാ പട്ടികവർഗ കുടുംബങ്ങൾക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ്. അല്ലേ? മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നിരീക്ഷിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഗ്രാമവികസന മന്ത്രാലയമാണ്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നിരീക്ഷിക്കുന്നത് ആരാണ്? ഇന്ത്യ ഗവൺമെന്റിന്റെ ഗ്രാമവികസന മന്ത്രാലയമാണ്. ആരാണ്? ഗ്രാമവികസന മന്ത്രാലയമാണ്. ഓക്കെ അല്ലേ? ഇനി PSC ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ആദ്യ ട്രൈബൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പം എന്താണ് ട്രൈബൽ പ്ലസ് എന്ന് പറഞ്ഞാൽ? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 100 ദിവസത്തെ തൊഴിൽ ലഭിച്ച പട്ടികവർഗക്കാർക്ക് 100 ദിവസത്തെ കൂടി അധികം ലഭ്യമാക്കാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ട്രൈബൽ പ്ലസ് അല്ലേ. ഇനി നമ്മുടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നിരീക്ഷിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഗ്രാമവികസന മന്ത്രാലയം MRD ആണെന്ന കാര്യം ഓർത്തു വെക്കുക. അതുപോലെ ഇവിടെ ഇമ്പോർട്ടന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലാണെന്നും കൂടി ഓർത്തു വെക്കുക. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നിരീക്ഷിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ശരിയാണോ? ശരിയാണല്ലേ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെയാണ്. രണ്ടാമത്തെ പ്രസ്താവന, ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്, നമുക്ക് കിട്ടിയല്ലേ? ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഈ രണ്ടാമത്തെ പ്രസ്താവനയിലൂടെ കടന്നു പോകാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണ വിഭാഗത്തിന്റെ തലവൻ ഇൻസ്പെക്ടർ ജനറൽ റാങ്കിലുള്ള ആളായിരിക്കണം. അതും ശരിയായ പ്രസ്താവനയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണ വിഭാഗത്തിന്റെ തലവൻ ഇൻസ്പെക്ടർ ജനറൽ റാങ്കിലുള്ള ആളായിരിക്കണം. ഇത് നമുക്ക് പല ആൾക്കാർക്കും അറിയാത്ത പോയിന്റ് ആണ്, അതുകൊണ്ട് ഓർത്തു വെക്കുക. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണ വിഭാഗത്തിന്റെ തലവൻ ഇൻസ്പെക്ടർ ജനറൽ റാങ്കിലുള്ള ആളായിരിക്കണം. അതായത് 1ഉം 2ഉം പ്രസ്താവന ശരിയാണ്. ഓക്കെ.
ഇനി അതിൻ്റെ കണക്റ്റിംഗ് പോയിന്റ്സിലൂടെ നമുക്ക് കടന്നു പോകാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, യെസ്. ഇനി ഭരണഘടനയോ രാജ്യാന്തര പ്രഖ്യാപനങ്ങളോ ഉറപ്പു നൽകുന്ന ഏതൊരു മനുഷ്യാവകാശവും വ്യക്തിയുടെ ജീവിക്കുവാനും സ്വാതന്ത്ര്യത്തിനും തുല്യതയ്ക്കും അന്തസ്സിനുമുള്ള അവകാശമാണ്. ഭരണഘടനയോ രാജ്യാന്തര പ്രഖ്യാപനങ്ങളോ ഉറപ്പു നൽകുന്ന ഏതൊരു മനുഷ്യാവകാശവും വ്യക്തിയുടെ ജീവിക്കാനും സ്വാതന്ത്ര്യത്തിനും തുല്യതയ്ക്കും അന്തസ്സിനുമുള്ള അവകാശമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇത്തരം അവകാശങ്ങളുടെ സംരക്ഷണം മുൻനിർത്തി ഇന്ത്യയിൽ സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ്. നമുക്കറിയാലേ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണെന്ന് അറിയാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ പറയണം, അത് തിരുവനന്തപുരമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലുള്ളവർ രാജിക്കത്ത് നൽകേണ്ടത് ഗവർണർക്കാണെന്ന കാര്യം പ്രസ്താവന രീതിയിൽ PSC അടുത്ത കാലത്ത് നടന്ന പരീക്ഷയിൽ ചോദിച്ചാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലുള്ളവർ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? അത് ഗവർണർക്കാണ് അല്ലേ. ഭരണഘടനയിലെ 7ാം പട്ടികയിലെ സംസ്ഥാന ലിസ്റ്റിലും കൺകർ ലിസ്റ്റിലും പരാമർശിച്ചിരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമേ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കഴിയൂ. ഭരണഘടനയുടെ 7ാം പട്ടികയിൽ, ലിസ്റ്റുകൾ 7ാം പട്ടികയിൽ ഇടാം, 7ല്ലേ? യെസ്. അപ്പോൾ 7ാം പട്ടികയിലെ സംസ്ഥാന ലിസ്റ്റിലും കൺകർ ലിസ്റ്റിലും പരാമർശിച്ചിരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമേ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത്. ഇനി യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളിൽ മനുഷ്യാവകാശ ലംഘനം ഉണ്ടായാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് അന്വേഷിക്കാൻ അധികാരമില്ല. അത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് അധികാരം. ഈ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളിൽ മനുഷ്യാവകാശ ലംഘനം ഉണ്ടായാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് അത് അന്വേഷിക്കുവാനുള്ള അധികാരം ഇല്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? പറയുന്ന കാര്യം മനസ്സിലാവുന്നില്ലേ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് തന്നിട്ടുള്ളത് ഒരു കോളമാണ്. താഴെ തന്നിരിക്കുന്ന ക്ഷേമ പദ്ധതികൾ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് നമ്മുടെ വയോരക്ഷ തന്നിട്ടുണ്ട്, രണ്ടാമത് വയോ അമൃതം തന്നിട്ടുണ്ട്, വയോ മധുരം തന്നിട്ടുണ്ട്, വയോ മിത്രം തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് ഓപ്ഷനിലൂടെ നോക്കിയാൽ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചത് നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അറിയുന്നത് വയോ മധുരം എന്നാണ് നമുക്കറിയാം അല്ലേ. എന്താണ്? BPL വിഭാഗത്തിലെ വയോജനങ്ങൾക്കായി ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് വയോ മധുരം എന്ന് നമുക്കറിയാം. അപ്പം മൂന്ന് തന്നെയാണ് നമുക്കറിയാം. അപ്പം ഇതിൽ ഓപ്ഷനിൽ കൂടെ കടന്നു പോയാൽ അത്തരത്തിൽ വരുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അത്തരത്തിൽ നമുക്ക് വേഗം കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പം വയോ മധുരം മാത്രം അറിയുന്നൊരു കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരനാണെങ്കിൽ ഉത്തരം കിട്ടിയില്ലേ, ഒരു മാർക്ക് കിട്ടി. അപ്പം നമ്മൾ ഓപ്ഷനിലൂടെ കടന്നു പോകേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കാം എന്താണ് വയോരക്ഷ എന്ന് പറഞ്ഞാൽ. വയോരക്ഷ 1, 2 ആണ് വരിക. എന്താണ്? മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം എത്തിക്കുന്ന പദ്ധതിയാണ് വയോരക്ഷ. മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം എത്തിക്കുന്ന പദ്ധതിയാണ് വയോരക്ഷ. ഇനി വയോ അമൃതം ഏതാ വരിക? 4 ആണല്ലേ. എന്താണ് വയോ അമൃതം? വൃദ്ധസദനങ്ങളിലെ അന്തേവാസികൾക്ക് ആരോഗ്യ പരിരക്ഷയ്ക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോ അമൃതം. എന്താണ്? വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോ അമൃതം. നമ്മൾ വയോ മധുരം പറഞ്ഞു അല്ലേ. വയോ മധുരം എന്താണ്? വയോ മധുരം നമ്മുടെ BPL വിഭാഗത്തിലെ വയോജനങ്ങൾക്കായി ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് വയോ മധുരം. ഇനി വയോ മിത്രം എന്താണ്? വയോ മിത്രം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേലാണ് 65 വയസ്സിനുമേൽ പ്രായമായവർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോമിത്രം. 65 വയസ്സിനു മേൽ പ്രായമായവർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോമിത്രം. മനസ്സിലായില്ലേ? യെസ്. ഇനി കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ് എന്നാണ് ചോദ്യം. ഇതാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. നിലവിൽ വന്നത് ഓപ്ഷൻ സി 2013 2013. നമുക്ക് നോക്കാം. ബാലാവകാശങ്ങൾ ഉറപ്പാക്കാനും ബാലാവകാശ ലംഘനങ്ങളിൽ അന്വേഷണ വിചാരണ ചെയ്യാനും
പ്രോസിക്യൂഷൻ ഉൾപ്പെടെ നടപടികൾ ആവശ്യപ്പെടാനും ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അധികാരമുണ്ട്. എന്നാണ് ബാലാവകാശങ്ങൾ ഉറപ്പാക്കാനും ബാലാവകാശ ലംഘനങ്ങളിൽ അന്വേഷണ വിചാരണ ചെയ്യാനും പ്രോസിക്യൂഷൻ ഉൾപ്പെടെ നടപടികൾ ആവശ്യപ്പെടാനും ബാലാവകാശ സംരക്ഷണ കമ്മീഷന് അധികാരമുണ്ട് അല്ലേ. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ നില ഗംഗാധരനാണ്. ഇത് PSC എത്രയോ തവണ ചോദ്യമാണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ നില ഗംഗാധരൻ. രണ്ടാമത്തെ ചെയർപേഴ്സൺ ശോഭ കോശി. ആരാണ്? ശോഭ കോശി. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ നില ഗംഗാധരനും രണ്ടാമത്തെ ചെയർപേഴ്സൺ ശോഭ കോശിയുമാണെന്ന കാര്യം ഓർത്തുവെക്കുക. ഇനി കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ KV മനോജ് കുമാർ. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1098. അതും PSC ചോദ്യമാണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിലവിലെ ചെയർമാൻ KV മനോജ് കുമാർ. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ചോദിച്ചാൽ KV മനോജ് കുമാറാണ്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098 എന്ന കാര്യം കൂടി ഓർത്തു വെക്കണേ. യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേരള ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷനുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് വന്നിട്ടുള്ളത്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇതിൽ എല്ലാം ശരിയാണ്. KT ചാണ്ടി 1972 അത് ഇമ്പോർട്ടൻ്റ് അല്ല. അത് പഠിച്ചു വെക്കണം എന്നില്ല. ഓക്കെ. ഇനി ഇതിൻ്റെ റിലേറ്റഡ് പോയിന്റ് നിങ്ങൾ എന്താക്കുക, പഠിച്ചു വെക്കുക. 1967 സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപം കൊണ്ടത്. ഏത് വർഷമാണ് സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപം കൊണ്ടത് എന്ന് ചോദിച്ചാൽ പറയണം 1967. 1967 കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപം കൊണ്ടത്. മുഖ്യമന്ത്രി അധ്യക്ഷനായ ബോർഡിന്റെ ഒരു ഉപാധ്യക്ഷനും പ്രധാന മേഖലകൾ കൈകാര്യം ചെയ്യുന്ന അംഗങ്ങളും പാർട്ട് ടൈം അംഗങ്ങളും ഉണ്ടാകും. സംസ്ഥാന ആസൂത്രണ ബോർഡിൽ മുഖ്യമന്ത്രി അധ്യക്ഷനായ ബോർഡിൽ ആരാണ് അധ്യക്ഷൻ ചോദിച്ചാൽ മുഖ്യമന്ത്രി, ഒരു ഉപാധ്യക്ഷനും പ്രധാന മേഖലകൾ കൈകാര്യം ചെയ്യുന്ന അംഗങ്ങളും പാർട്ട് ടൈം അംഗങ്ങളും ഉണ്ടാകുമല്ലേ. ചീഫ് സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയും ബോർഡിലെ സ്ഥിരം അംഗങ്ങളാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസ്താവന ഇത് ചോദിക്കുക. ആസൂത്രണ ബോർഡ്, സംസ്ഥാന ആസൂത്രണ ബോർഡിൽ ചീഫ് സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയും സ്ഥിരം അംഗങ്ങളാണ്. ശരിയായ പ്രസ്താവനയാണ്. 2001-2005 കേരള ആസൂത്രണ ബോർഡ് മെമ്പർ സെക്രട്ടറി SM വിജയാനന്ദാണ്. 2001-2005 കേരള ആസൂത്രണ ബോർഡ് മെമ്പർ സെക്രട്ടറി SM വിജയാനന്ദ്. 1980-81 കേരള ആസൂത്രണ ബോർഡ് മെമ്പർ സെക്രട്ടറി KV നമ്പ്യാർ. 1987-92 കേരള ആസൂത്രണ ബോർഡ് മെമ്പർ സെക്രട്ടറി S വരദാചാരി എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ. ഇനി ദുരന്തങ്ങളെ പൊതുവെ 5ആയി തരംതിരിച്ചിട്ടുണ്ട്. സുനാമി, മണ്ണിടിച്ചിൽ എന്നിവ. താഴെ പറയുന്നവയിൽ ഏതിലാണ് ഉൾപ്പെടുന്നത് എന്നാണ് ചോദ്യം. എന്താണ്? ദുരന്തങ്ങളെ പൊതുവായി 5ആയി തരംതിരിച്ചിട്ടുണ്ട്. സുനാമി, മണ്ണിടിച്ചിൽ എന്നിവ താഴെ പറയുന്നവയിൽ ഏതിലാണ് ഉൾപ്പെടുക? ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളിലാണ് സുനാമി, മണ്ണിടിച്ചിൽ എന്നിവ ഉൾപ്പെടുക. ഏതാണ്? ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. ഭൗമഘടനയുമായി ബന്ധപ്പെട്ട മറ്റ് ദുരന്തങ്ങളാണ് ഭൂകമ്പം, ഉരുൾപൊട്ടൽ, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ. ഭൂകമ്പം, ഉരുൾപൊട്ടൽ, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളാണല്ലേ. ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ് വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, വരൾച്ച, ഇടിമിന്നൽ, ഹിമപാതം, ഉഷ്ണക്കാറ്റ്, ശീതക്കാറ്റ്, കടലാക്രമണം, മേഘപാതം, പേമാരി എന്നിവ നമുക്ക് വേഗം കിട്ടും അല്ലേ. ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ് വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, വരൾച്ച, ഇടിമിന്നൽ, ഹിമപാതം, ഉഷ്ണക്കാറ്റ്, ശീതക്കാറ്റ്, കടലാക്രമണം, മേഘപാതം, പേമാരി. ചെറുതും വലുതുമായ ദുരന്തങ്ങളാണ് തീപിടുത്തം, കെട്ടിടങ്ങളുടെ തകർച്ച, സ്ഫോടനങ്ങൾ, ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ, റോഡ് റെയിൽ അപകടങ്ങൾ, വൈദ്യുത അപകടങ്ങൾ, ബോട്ട് അപകടങ്ങൾ, ഓയിൽ ചോർച്ച എന്നിവ. പകർച്ചവ്യാധികൾ, ഭക്ഷ്യവിഷബാധ, വളർത്തുമൃഗങ്ങൾക്കുണ്ടാകുന്ന പകർച്ചവ്യാധികൾ, കീടങ്ങൾ മൂലമുണ്ടാകുന്ന വ്യാധികൾ എന്നിവ ജൈവ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ്. ഇനി നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടന താഴെ പറയുന്നത് ശരിയായ ജോഡി കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? വൈസ് ചെയർമാൻ ആരാണ്?
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്, എക്സ് ഒഫീഷ്യോ മെമ്പർ ആരാണ് എന്നാണ് ചോദ്യം തന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. നമ്മുടെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കേരള മുഖ്യമന്ത്രി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്താക്കാം, മുഖ്യമന്ത്രി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. അതായത് മുഖ്യമന്ത്രി ഏതാ വരിക, 1B വരിക. നമുക്ക് നോക്കാം 1B വരുന്നത് ഏതൊക്കെയുണ്ട്. 1B വരുന്നത് ചാൻസ് 1 ഉണ്ട്, അതുപോലെ തന്നെ DU ഉണ്ട് അല്ലേ, DU ഉണ്ട്. ഇനി നമുക്ക് നോക്കാം വൈസ് ചെയർമാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ റവന്യൂ വകുപ്പ് മന്ത്രിയാണ് നമുക്കറിയാം. അപ്പം 2D വരും. നമുക്ക് 2D 1Aയിലും Dയിലും ഏത് 2D തന്നെയാണ് വരിക. Aയിലും Dയിലും 2D, അത് കറക്റ്റായിട്ട് വരിക. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്, ചീഫ് എക്സിക്യൂട്ടീവ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ചീഫ് സെക്രട്ടറി ആണെന്ന് പഠിച്ചു വെക്കുക. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് കൂട്ടുകാരെ, ചീഫ് സെക്രട്ടറി. അതായത് 3A വരിക ഏതാണ്, ഓപ്ഷൻ A ആണ്. ഇനി എക്സ് ഒഫീഷ്യോ മെമ്പർ ആണ് ഏത് കൂട്ടുകാരെ, റവന്യൂ സെക്രട്ടറി. ഇത് എന്താണ് ഓർത്ത് വെക്കുക, ഓപ്ഷൻ A ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഞാൻ ഒന്നും കൂടി പറയാം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടന, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി, വൈസ് ചെയർമാൻ റവന്യൂ വകുപ്പ് മന്ത്രി, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണെന്ന് ചോദിച്ചാൽ പറയണം ചീഫ് സെക്രട്ടറി ആണ്, എക്സ് ഒഫീഷ്യോ മെമ്പർ ആണെന്ന് ചോദിച്ചാൽ പറയണം റവന്യൂ സെക്രട്ടറി. എന്താണ് എക്സ് ഒഫീഷ്യോ അംഗമാണ് റവന്യൂ സെക്രട്ടറി എന്ന കാര്യം കൂടി ഓർത്ത് വെക്കുക. ഓക്കെ. ഇനി കേരള മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, ആഭ്യന്തരമന്ത്രി, കൃഷി മന്ത്രി, ചീഫ് സെക്രട്ടറി, റവന്യൂ സെക്രട്ടറി, ആഭ്യന്തര സെക്രട്ടറി, ഒരു ILDM ഫാക്കൽറ്റി, ദുരന്ത നിവാരണ രംഗത്തെ 2 വിദഗ്ധർ എന്നിവരാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയിൽ ഉൾപ്പെടുന്നത്. പ്രസ്തുത ചട്ടത്തിൽ 2016 വരുത്തിയ ഭേദഗതി പ്രകാരം സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിലെ ഹെഡ് സയന്റിസ്റ്റിനെ അതോറിറ്റിയുടെ എക്സ് ഒഫീഷ്യോ മെമ്പർ സെക്രട്ടറിയായി നിയമിച്ചിട്ടുണ്ട്. എല്ലാത്തരം ദുരന്തങ്ങളും പ്രഖ്യാപിക്കുവാനും നേരിടാനും ദുരന്തങ്ങളും വൈദഗ്ധ്യവുമായുള്ള സ്ഥാപനമല്ല ദുരന്ത നിവാരണ അതോറിറ്റി. എന്നാൽ ദുരന്ത സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള മുന്നൊരുക്കങ്ങളും ദുരന്ത പ്രതിരോധത്തിനും ലഘൂകരണത്തിനും അനുയോജ്യമായ മാർഗനിർദ്ദേശങ്ങളും സാങ്കേതിക സഹായങ്ങളും നൽകാൻ പ്രാപ്തമായ സംവിധാനമായിരിക്കണം ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് സമിതി വിലയിരുത്തുന്നു. അന്നത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ അല്ലേ? യെസ്. ഇനി സംസ്ഥാന തലത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നു. പ്രസ്താവന ശരിയാണോ എന്നാണ് ചോദ്യം. 2 പ്രസ്താവന എന്തുണ്ട് ഇതിൽ, പ്രസ്താവന രണ്ടും ശരിയാണോ എന്നാണ് ചോദ്യം. സംസ്ഥാന തലത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് ജില്ലാതലത്തിൽ ജില്ലാ കളക്ടർ ചെയർമാനായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. ഈ 2 പ്രസ്താവനകളും എന്നാണ് 2 പ്രസ്താവനകളും ശരിയാണ്. സംസ്ഥാന തലത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നു. അതുപോലെ ജില്ലാ തലത്തിൽ ജില്ലാ കളക്ടർ ചെയർമാനായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി ചെയർമാനായ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രി ചെയർമാനായ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, അതുപോലെ ജില്ലാ തലത്തിൽ ജില്ലാ കളക്ടർ ചെയർമാനായ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. അല്ലേ? ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനായി ദേശീയ ദുരന്ത പ്രതികരണ സേന, സംസ്ഥാന ദുരന്ത പ്രതികരണ സേന എന്നിവയും നിലവിലുണ്ട്. പ്രതികരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനായി ദേശീയ ദുരന്ത പ്രതികരണ സേനയും സംസ്ഥാന ദുരന്ത പ്രതികരണ സേനയും നിലവിലുണ്ട്. ദുരന്ത നിവാരണം സംബന്ധിച്ച പഠന പരിശീലന പ്രവർത്തനങ്ങൾക്കായി ദേശീയ തലത്തിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, സംസ്ഥാന തലത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നിവയും പ്രവർത്തിക്കുന്നു. ദുരന്ത നിവാരണം സംബന്ധിച്ച പഠന പരിശീലന പ്രവർത്തനങ്ങൾക്കായി ദേശീയ തലത്തിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റും സംസ്ഥാന തലത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നിവയും പ്രവർത്തിക്കുന്നുണ്ടല്ലേ. ഇനി സംസ്ഥാന കാര്യം
പ്രസ്താവനകൾ വിലയിരുത്തുകയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഗാർഹിക പീഡനത്തിന് ഇരയാകുന്നവർക്ക് നിയമപരമായി സഹായം നൽകാൻ സംസ്ഥാന ഗവൺമെന്റ് നിയമിക്കുന്ന ഉദ്യോഗസ്ഥരാണ് സംരക്ഷണ ഉദ്യോഗസ്ഥർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ്. ഈ കഴിഞ്ഞ പരീക്ഷ ചോദിച്ചു സംസ്ഥാന സംരക്ഷണ ഉദ്യോഗസ്ഥർ ആരാണ് ചോദിച്ചു അല്ലേ. ഗാർഹിക പീഡനത്തിന് ഇരയാകുന്നവർക്ക് നിയമപരമായ സഹായം നൽകാൻ സംസ്ഥാന ഗവൺമെന്റ് നിയമിക്കുന്ന ഉദ്യോഗസ്ഥരാണ് സംരക്ഷണ ഉദ്യോഗസ്ഥൻ. നിയമപ്രകാരമുള്ള ചുമതലകൾ നിർവഹിക്കാൻ മജിസ്ട്രേറ്റിനെ സംരക്ഷണ ഉദ്യോഗസ്ഥർ സഹായിക്കുന്നു. നിയമപ്രകാരമുള്ള ചുമതല വഹിക്കാൻ മജിസ്ട്രേറ്റിനെ സംരക്ഷണ ഉദ്യോഗസ്ഥർ സഹായിക്കുന്നു. ആരാണ് സംരക്ഷണ ഉദ്യോഗസ്ഥർ? ഗാർഹിക പീഡനത്തിന് ഇരയാകുന്നവർക്ക് നിയമപരമായി സഹായം നൽകാൻ സംസ്ഥാന ഗവൺമെന്റ് നിയമിച്ച ഉദ്യോഗസ്ഥരാണ് സംരക്ഷണ ഉദ്യോഗസ്ഥർ. ഇനി ഇതിന്റെ രണ്ട് പ്രസ്താവനകളും എന്താണ്? രണ്ട് പ്രസ്താവനകളും ശരിയാണ്. ഇതിന്റെ കണക്റ്റിംഗ് പോയിന്റ്സ് പറയാം. ഒരു ജില്ലയിൽ ഒന്നിലധികം സംരക്ഷണ ഉദ്യോഗസ്ഥർ ഉണ്ടാകും. ഒരു ജില്ലയിൽ ഒന്നിലധികം സംരക്ഷണ ഉദ്യോഗസ്ഥർ ഉണ്ടാകും അല്ലേ. സംരക്ഷണ ഉദ്യോഗസ്ഥർ ഗാർഹിക സംഭവ റിപ്പോർട്ട് തയ്യാറാക്കി മജിസ്ട്രേറ്റ് നൽകുകയും പകർപ്പ് പോലീസിനും സേവനദാതാക്കൾക്കും കൈമാറുകയും ചെയ്യുന്നു. ഒരു ജില്ലയിൽ ഒന്നിലധികം സംരക്ഷണ ഉദ്യോഗസ്ഥർ ഉണ്ടാകും. വളരെ ഇമ്പോർട്ടൻ്റ്, നോട്ട് ചെയ്ത് പഠിച്ചു. സംരക്ഷണ ഉദ്യോഗസ്ഥർ ഗാർഹിക സംഭവ റിപ്പോർട്ട് തയ്യാറാക്കി സംഭവ റിപ്പോർട്ട് തയ്യാറാക്കി മജിസ്ട്രേറ്റ് നൽകുകയും പകർപ്പ് പോലീസിനും സേവനദാതാക്കൾക്കും കൈമാറുകയും ചെയ്യുന്നു. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരമുള്ള കേസുകൾ വിചാരണ ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? അത് മജിസ്ട്രേറ്റിനാണ്. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരമുള്ള കേസുകൾ വിചാരണ ചെയ്യുന്നത് മജിസ്ട്രേറ്റ് ആണെന്ന് ഓർത്തു വെക്കുക. കോടതിയിൽ സമർപ്പിക്കപ്പെട്ട അപേക്ഷയിൽ 3 ദിവസത്തിനുള്ളിൽ എതിർകക്ഷി നോട്ടീസ് നൽകണം. കഴിയുന്നതും ആദ്യ വാദം കേട്ട ശേഷം 60 ദിവസത്തിനുള്ളിൽ പരാതി തീർപ്പ് കൽപ്പിക്കേണ്ടതാണ്. കോടതിയിൽ സമർപ്പിക്കപ്പെട്ട അപേക്ഷയിൽ 3 ദിവസത്തിനുള്ളിൽ എതിർകക്ഷിക്ക് നോട്ടീസ് നൽകണം. ഇതുപോലെ കഴിയുന്നതും ആദ്യ വാദം കേട്ടതിന് ശേഷം 60 ദിവസത്തിനുള്ളിൽ പരാതി തീർപ്പ് കൽപ്പിക്കുകയും വേണം എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിയമനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് എന്നാണ് ചോദ്യം. 4 പ്രസ്താവനകൾ നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് തന്നിട്ടുണ്ട്. അതിൽ നിന്നും ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് എന്ന് കണ്ടെത്താനാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. ശരിയാണോ? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണോ? ഓക്കെ. രണ്ടാമത്തെ പ്രസ്താവന നോക്കാം. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇത് രണ്ടും, ഒന്നാമത്തെ പ്രസ്താവന രണ്ടാമത്തെ പ്രസ്താവനയും കേൾക്കുമ്പോൾ നമുക്ക് ഡൗട്ട് വന്നു അല്ലേ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ നിയമിക്കുന്നത് ഗവർണറാണോ രാഷ്ട്രപതിയാണോ എന്ന ഒരു ഡൗട്ട് വന്നു. അപ്പോൾ നമ്മൾ എന്താക്കണം? കൃത്യമായിട്ട് പഠിക്കുക. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുന്നത് ആരാണ് കൂട്ടുകാരെ? യെസ്, ഗവർണർ ആണല്ലേ. ഗവർണർ. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്, രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന നോക്കാം. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി 65 വയസ്സ് തികയുന്നതുവരെയോ പരമാവധി 5 വർഷമോ ആണ്. ശരിയായ പ്രസ്താവനയാണോ? ശരിയായ പ്രസ്താവനയാണല്ലേ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി 65 വയസ്സ് തികയുന്നതുവരെയോ പരമാവധി 5 വർഷമോ ആണ്. ഇനി നാലാമത്തെ പ്രസ്താവന നോക്കിയാലോ. ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 243 വകുപ്പ് 1 പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. അതും ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 243 വകുപ്പ് 1 പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അല്ലേ. സംസ്ഥാന നിയമസഭകളിലേക്കും പാർലമെന്റിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് പുറമെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളുടെ നടത്തിപ്പും നിയന്ത്രണവും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. സംസ്ഥാന നിയമസഭകളിലേക്കും പാർലമെന്റുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് പുറമെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളുടെ നടത്തിപ്പും നിയന്ത്രണവും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണല്ലേ. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പ്, മേൽനോട്ടം, നിയന്ത്രണം തുടങ്ങിയവ
സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലയാണ്. ഇത് രണ്ടും മാറിപ്പോലെ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പ്, മേൽനോട്ടം, നിയന്ത്രണം എന്നിവ ആർക്കാണ്? എന്താണ്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല, പകരം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളാണ്. ഓക്കെ അല്ലേ? ഇനി 1950 ജനുവരി 25 ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം 324 അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത്. 1950 ജനുവരി 25 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത് എപ്പോഴാണ്? 1950 ജനുവരി 25 അല്ലേ? 1993 ഡിസംബർ 3 കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പം കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ് കൂട്ടുകാരെ? 1993 ഡിസംബർ 3 ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായോ അല്ലേ? അപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തിപ്പ്, മേൽനോട്ടം, നിയന്ത്രണം നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. എന്താണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത് 1950 ജനുവരി 25 കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 1993 ഡിസംബർ 3 രൂപീകൃതമായത്. ഇനി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുടെ കാലാവധി 65 വയസ്സ് തികയുന്നത് വരെയോ 5 വർഷമോ ആണല്ലേ. ഇനി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുന്നത് ഗവർണറാണ് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ അന്നപൂർണ പദ്ധതിയിൽ ഉൾപ്പെടുന്നവർ ആര് എന്നാണ് ചോദ്യം. അന്നപൂർണ പദ്ധതി 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണല്ലേ. എന്താണ് അന്നപൂർണ പദ്ധതി? നമുക്ക് പഠിച്ചാൽ തീർന്നൂലെ പ്രശ്നം. നമുക്ക് അന്നപൂർണ പദ്ധതി നമുക്ക് എന്താണെന്ന് നോക്കാം. സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കടയിലൂടെ നൽകുന്ന സർക്കാർ പദ്ധതിയാണ് അന്നപൂർണ. മനസ്സിലായില്ലേ? എത്ര വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കാണ്? 65 വയസ്സിന് അല്ലേ? ഓർത്തിരിക്കുക, 65 വയസ്സാണ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയത്. പി സി തരുന്നത് ഇതേ സംഭവം തരും, പകരം 60 വയസ്സ്, 80 വയസ്സ്, 75 വയസ്സ്, 65 വയസ്സൊക്കെ തരും. അപ്പം നമ്മൾ പഠിച്ചിരിക്കുക, സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കടയിലൂടെ നൽകുന്ന സർക്കാർ പദ്ധതിയാണ് അന്നപൂർണ പദ്ധതി അല്ലേ. അന്നപൂർണ പദ്ധതി 2000 മുതിർന്ന പൗരന്മാർക്കായി നടപ്പിലാക്കുന്നു. വയോജനങ്ങൾക്ക് പ്രതിമാസം 10 കിലോ ഭക്ഷ്യധാന്യം വയോജനങ്ങൾക്ക് പ്രതിമാസം 10 കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായി വിതരണം ചെയ്യുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതിയാണ് ഏത്? അന്നപൂർണ അല്ലേ. കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉഷസ്. ഈ ഉഷസ് പദ്ധതി കഴിഞ്ഞ അടുത്ത് നടന്ന ഒരു പരീക്ഷയിൽ പീസ് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഉഷസ് പദ്ധതി? ചേരികളിൽ താമസിക്കുന്നവർക്കാണ് അല്ലേ. കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത് കൂട്ടരെ? ഉഷസ് അല്ലേ. ഉഷസ്. ഇനി എന്താണ് എൻ്റെ മരം പദ്ധതി? കുട്ടികളിൽ പ്രകൃതി സ്നേഹം വളർത്താനായി വിദ്യാഭ്യാസ വനം വകുപ്പുകൾ ചേർന്ന് ആരംഭിച്ച വനവൽക്കരണ പദ്ധതിയാണ് എൻ്റെ മരം പദ്ധതി. നമുക്ക് എല്ലാവർക്കും എൻ്റെ മരം പദ്ധതിയിലൂടെ എന്താ കിട്ടിയിട്ടുണ്ട്? നമുക്ക് ഒരു മരവും പകരം അതിൻ്റെ വളർച്ച രേഖപ്പെടുത്താനുള്ള ഒരു ബുക്കും അതൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഓരോ ദിവസവും ആ ചെടിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിച്ച് എൻ്റെ മരം എന്ന ബുക്കിൽ രേഖപ്പെടുത്താനൊക്കെ ലഭിച്ചിട്ടുണ്ടല്ലേ. അപ്പം നമ്മൾ നട്ട എൻ്റെ മരമൊക്കെ വലുതായോ? വലുതായിട്ടുണ്ടാവും. ചില ആൾക്കാരുടെ വലുതായിട്ടുണ്ടാവും, ചില ആൾക്കാരുടെ നശിച്ചു പോയിട്ടുണ്ടാവും, ചില ആൾക്കാരുടെ മുറിച്ച് മാറ്റിയിട്ടുണ്ടാവും. ഓക്കെ, യെസ്. ഇനി എന്താണ് നമ്മുടെ മരം? എൻ്റെ മരം പദ്ധതി പഠിച്ചൂലേ? കുട്ടികളിൽ പ്രകൃതി സ്നേഹം വളർത്താനായി വിദ്യാഭ്യാസ വനം വകുപ്പുകൾ ചേർന്ന് ആരംഭിച്ച വനവൽക്കരണ പദ്ധതിയാണ് എൻ്റെ മരം അല്ലേ. കേരളത്തിലെ കലാലയങ്ങൾ ഹരിതാപമാക്കാൻ വിദ്യാഭ്യാസ വനം വകുപ്പുകൾ ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് നമ്മുടെ മരം. കേരളത്തിലെ കലാലയങ്ങൾ അതെന്താണ്? സ്കൂളുകൾ അല്ലേ, കോളേജുകൾ, അതൊക്കെ കലാലയങ്ങളിൽ പെടില്ലേ? യെസ്. കേരളത്തിലെ കലാലയങ്ങൾ ഹരിതാപമാക്കാൻ വിദ്യാഭ്യാസ വനം വകുപ്പുകൾ ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ്
നമ്മുടെ മരം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സംസ്ഥാന വനിതാ കമ്മീഷനെ നിയമിക്കുന്നതും സംസ്ഥാന വനിതാ കമ്മീഷനെ നിയമിക്കാനും നീക്കം ചെയ്യുവാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സംസ്ഥാന വനിതാ കമ്മീഷനെ നിയമിക്കാനും നീക്കം ചെയ്യുവാനുമുള്ള അധികാരം സംസ്ഥാന സർക്കാരിനാണ് എന്നാണ് ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത്. ഒന്നാമത്തെ പ്രസ്താവന തികച്ചും ശരിയാണ് അല്ലേ. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രസ്താവന കടന്നു പോയാലോ. സംസ്ഥാന വനിതാ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിനാണ്. സംസ്ഥാന സർക്കാർ എന്താണ്? നിയമിച്ചവരെ. അപ്പം സംസ്ഥാന സർക്കാരിന് എന്തുവാക്കണം? റിപ്പോർട്ട് സമർപ്പിക്കണം. സംസ്ഥാന സർക്കാർ ഈ റിപ്പോർട്ട് നിയമസഭയിൽ സമർപ്പിക്കണം. ഈ രണ്ടാമത്തെ പ്രസ്താവനയും എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. നമുക്ക് നോക്കാം. സംസ്ഥാന വനിതാ കമ്മീഷനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുവാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനാണ്. ഇനിയോ ഈ സംസ്ഥാന വനിതാ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? സംസ്ഥാന സർക്കാരിനാണ്. ഈ സംസ്ഥാന വനിതാ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ നിയമസഭയിൽ സമർപ്പിക്കണം. നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ. 1990 കേരള വനിതാ കമ്മീഷൻ നിയമത്തിലെ 5-ാം വകുപ്പ് പ്രകാരമാണ് കേരള വനിതാ കമ്മീഷൻ രൂപീകരിച്ചത്. ഇത് എന്താണ്? ഏത് വകുപ്പ് പ്രകാരമാണ് രൂപീകൃതമായത് എന്ന് PSC ചോദിക്കാറുണ്ട്. 1990 കേരള വനിതാ കമ്മീഷൻ നിയമത്തിലെ 5-ാം വകുപ്പ് പ്രകാരമാണ് കേരള വനിതാ കമ്മീഷൻ രൂപീകരിച്ചത്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകൃതമായത് 1996 മാർച്ച് 14 എന്ന കാര്യം ഓർത്തു വെക്കുക. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകൃതമായത് എപ്പോഴാണ്? 1996 മാർച്ച് 14. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് നിലവിൽ വന്നത് 1995 1995 കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട്. അപ്പം കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് വന്നതിന് ശേഷമാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകൃതമായത്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകൃതമായത് 1996 മാർച്ച് 14 ഓക്കെ അല്ലേ. ഇനി കമ്മീഷനിൽ ഒരു ചെയർപേഴ്സൺ, 4 കൂടാത്ത അംഗങ്ങൾ, ഒരു സെക്രട്ടറി എന്നിവർ ഉണ്ടാകും. ചെയർപേഴ്സൺ, അംഗങ്ങൾ എന്നിവർ സ്ത്രീകളായിരിക്കണം. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് അറിവും പരിചയവുമുള്ള ആളായിരിക്കണം ചെയർപേഴ്സൺ. ഒരു അംഗം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആളുമാകണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മീഷനിൽ ഒരു ചെയർപേഴ്സൺ, 4 കൂടാത്ത അംഗങ്ങൾ, ഒരു സെക്രട്ടറി എന്നിവർ ഉണ്ടാകണം. ചെയർപേഴ്സൺ, അംഗങ്ങൾ എന്നിവർ സ്ത്രീകളായിരിക്കണേ. ഇനി സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് അറിവും പരിചയമുള്ള ആളായിരിക്കണം ആര്? ചെയർപേഴ്സൺ. ഒരു അംഗം പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്നുള്ള ആളുമായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോയാൽ ലോകായുക്തയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ലോകായുക്തവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന, 1998 നവംബർ 15 കേരള ലോകായുക്ത നിലവിൽ വന്നത്. ശരിയാണോ? ശരിയാണല്ലേ. ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. 1998 നവംബർ 15 കേരള ലോകായുക്ത നിലവിൽ വന്നത്. ഇനി രണ്ടാമത്തെ പ്രസ്താവന, 2000 മാർച്ച് 4 കേരള ലോകായുക്ത രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്. എന്താണ്? 2000 മാർച്ച് 4. തെറ്റായ പ്രസ്താവനയാണല്ലേ. അത് 2000 അല്ല, പകരം എത്രയാണ്? 1999 മാർച്ച് 4 കേരള ലോകായുക്തയ്ക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച വർഷം 1999 മാർച്ച് 4. താഴെയുണ്ട്. ഇതാ പ്രസ്താവന 2 തെറ്റാണ്. ഇതാണ് കേരള ലോകായുക്തയ്ക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 1999 മാർച്ച് 4. ഇനി മൂന്നാമത്തെ പ്രസ്താവന നോക്കിയാലോ. ലോകായുക്ത ഉപലോകായുക്തയെ നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ് എന്നാണ് പറയുന്നത്. അത് തെറ്റാണല്ലേ. തെറ്റായ പ്രസ്താവനയാണ്. ഏത് കൂട്ടുകാരെ? മൂന്നാമത്തെ പ്രസ്താവന. ഇതിന് ശരിയായത് ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് മൂന്നാമത്തെ പ്രസ്താവന തെറ്റ് എന്ന് നോക്കാം. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ലോകായുക്ത അതുപോലെ തന്നെ ഉപലോകായുക്തയെ നീക്കം ചെയ്യുവാനുള്ള
അധികാരം സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്കാണ്. ആർക്കാണ്? സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്കാണ്. അപ്പം കേരള ലോകായുക്തയ്ക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 1999 മാർച്ച് 4 മനസ്സിലായില്ലേ? ഇനി ലോകായുക്തയും ഉപലോകായുക്തയും എന്താണ് നീക്കം ചെയ്യുവാനുള്ള അധികാരം സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്കാണ്. ഇനി എന്താണ് ലോകായുക്തയുടെ ധർമ്മം? ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സർക്കാർ സേവനങ്ങളിലെ അഴിമതി വിരുദ്ധ സംവിധാനമാണ് ഏത് കൂട്ടുകാരെ? ലോകായുക്ത. സംസ്ഥാനങ്ങളിൽ അഴിമതി നടക്കുന്നുണ്ടോ സർക്കാർ ഉദ്യോഗസ്ഥരും എന്താണ് നമ്മുടെ അഴിമതി നടക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള സംവിധാനമാണ് ലോകായുക്ത. ഒരു അംഗത്തെ ലോകായുക്തയായും മറ്റു 2 അംഗങ്ങളെ ഉപലോകായുക്തയായും ഗവർണർ നിയമിക്കുന്നു. ആര് നിയമിക്കുന്നു? ഗവർണർ നിയമിക്കുന്നു അല്ലെ. ഒരംഗത്തെ ലോകായുക്തയായും മറ്റു 2 അംഗങ്ങളെ ഉപലോകായുക്തയായും ഗവർണർ നിയമിക്കുന്നു. ലോകായുക്തയും ഉപലോകായുക്തയും രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ്. ലോകായുക്തയുടെ ശമ്പളം ഹൈക്കോടതി ചീഫ് ജസ്റ്റിന്റെ ശമ്പളത്തിന് തുല്യമാണ്. ഉപലോകായുക്തയുടെ ശമ്പളം ഹൈക്കോടതി ജഡ്ജിയുടെ ശമ്പളത്തിന് തുല്യമാണെന്നും കൂടി ഓർത്തു വെക്കുക. മനസ്സിലായില്ലേ? അപ്പം ലോകായുക്തയെയും ഉപലോകായുക്തയെയും നീക്കം ചെയ്യുവാനുള്ള അധികാരം സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്കാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സർക്കാർ സേവനങ്ങളിലെ അഴിമതി വിരുദ്ധ സംവിധാനമാണ് ലോകായുക്ത. ഒരംഗത്തെ ലോകായുക്തയായും മറ്റു 2 അംഗങ്ങളെ ഉപലോകായുക്തയായും ഗവർണർ നിയമിക്കുന്നു. ലോകായുക്തയും ഉപലോകായുക്തയും രാജിക്കത്ത് സമർപ്പിക്കുന്നത് കേരള സംസ്ഥാന ഗവർണർക്കാണ്. ലോകായുക്തയുടെ ശമ്പളം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളത്തിന് തുല്യവും ഉപലോകായുക്തയുടെ ശമ്പളം ഹൈക്കോടതി ജഡ്ജിയുടെ ശമ്പളത്തിന് തുല്യവുമാണെന്ന കാര്യങ്ങൾ ഓക്കെ അല്ലേ? യെസ്. ഇനി 1998 നവംബർ 15 കേരള ലോകായുക്ത നിലവിൽ വന്നതെന്ന് മനസ്സിലായില്ലേ? പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? യെസ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവുകയുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ എന്താക്കണം? നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ അല്ലേ? യെസ്. ഇനി ഒന്നാമത്തെ പ്രസ്താവന. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നാമത്തെ പ്രസ്താവന. കേരള സിവിൽ സർവീസിന്റെ നിയമനാധികാരി കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്. തെറ്റല്ലേ? കേരള സിവിൽ സർവീസിന്റെ നിയമനാധികാരി ആരാണ് കൂട്ടുകാരെ? നമ്മളെ സംസ്ഥാന സർക്കാരാണ് അല്ലേ. അതുകൊണ്ട് ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? സിവിൽ സർവീസിലെ ഉദ്യോഗ നിയമന രീതികൾ, പ്രമോഷൻ, അച്ചടക്ക നടപടികൾ എന്നിവ സംബന്ധിച്ച് സർക്കാരിന് ഉപദേശം നൽകുന്നു. എന്നാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സിവിൽ സർവീസിലെ ഉദ്യോഗ നിയമന രീതികൾ, പ്രമോഷൻ, അച്ചടക്ക നടപടികൾ എന്നിവ സംബന്ധിച്ച് സർക്കാരിന് ഉപദേശം നൽകുന്നു. രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ് അല്ലേ? രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 6 വർഷം 65 വയസ്സാണ് എന്നാണ് പറയുന്നത്. അത് തെറ്റായ പ്രസ്താവനയാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ എത്രയാണ് കൂട്ടുകാരെ? 62 വയസ്സാണ്. നാലാമത്തെ പ്രസ്താവന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് കൂട്ടുകാരെ? ഭാഗം 14 അത് ശരിയായ പ്രസ്താവനയാണ്. പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 14. ഇതിന്റെ റിലേറ്റഡ് ഫാക്ട് നമുക്കൊന്ന് പഠിച്ചുകൂടെ? യെസ്. അപ്പം ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. എന്തുകൊണ്ടാണ് ഒന്നാമത്തെ പ്രസ്താവന തെറ്റായത്? കേരള സിവിൽ സർവീസിന്റെ നിയമനാധികാരി കേരള സർക്കാരാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ല. ആരാണ്? കേരള സർക്കാർ. കേരള സിവിൽ സർവീസിന്റെ നിയമനാധികാരി കേരള സർക്കാരാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. കാരണം സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ് ഏതാണോ ഫസ്റ്റ് ആകുന്നത് അതായിരിക്കും. ഇപ്പം ഒരു വ്യക്തി അയാൾക്ക് 62 വയസ്സ് 4 വർഷം മാത്രമേ ആയിട്ടുള്ളൂ, അംഗമായിട്ട് 4 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ അയാൾ 62 വയസ്സായി എന്ന് വെച്ചാൽ അയാൾ എന്താക്കണം? റിട്ടയർമെന്റ് ആവണം അല്ലേ, അതിൽ നിന്ന് പിരിയണം. ഓക്കെ അല്ലേ? ഇനി കേരളം നിലവിൽ വന്നതോടെ തിരുക്കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി രൂപാന്തരപ്പെട്ടു. കേരളം നിലവിൽ വന്നതോടെ
തിരുക്കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനെ രൂപാന്തരപ്പെട്ടു. വിവിധ തസ്തികയിൽ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിലുണ്ടായിരുന്നു. ഡോക്ടർ GD നോക്സ് ആയിരുന്നു ആദ്യ കമ്മീഷൻ. തിരുക്കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ കമ്മീഷണറായിരുന്നു GD നോക്സ് ആയിരുന്നു. തിരുക്കൊച്ചി സംയോജനം വരെ അദ്ദേഹം പ്രവർത്തിച്ചു. കേരള സംസ്ഥാനം രൂപീകരിച്ച ശേഷം നിലവിൽ വന്ന PSCയുടെ പ്രഥമ ചെയർമാൻ VK വേലായുധനാണ്. നമുക്ക് എന്താണ് അറിയാം അല്ലേ? എന്താണ് കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതോടെ നിലവിൽ വന്ന കേരള PSCയുടെ പ്രഥമ ചെയർമാൻ ആരാണ്? VK വേലായുധൻ. ആരാണ് കൂട്ടുകാരെ? VK വേലായുധൻ. ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, തന്നിരിക്കുന്നവയിൽ പിങ്ക് അലേർട്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? പിങ്ക് അലേർട്ട്, തന്നിരിക്കുന്നവയിൽ പിങ്ക് അലേർട്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി, കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യ വനിതാ ദുരന്ത നിവാരണ സംഘമാണ് ഏത്? പിങ്ക് അലേർട്ട്. എന്താണ് പിങ്ക് അലേർട്ട്? നമുക്ക് പഠിക്കാം. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ടാക്സി സർവീസിന്റെ പേരാണ് കുടുംബശ്രീ ട്രാവൽസ് എന്നാണ്. എന്താണ് കുടുംബശ്രീ ട്രാവൽസ്? എന്താണ് കുടുംബശ്രീ ട്രാവൽസ്? ആ പേരിൽ തന്നെ ഉണ്ടല്ലേ. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ടാക്സി സർവീസിന്റെ പേരാണ് കുടുംബശ്രീ ട്രാവൽസ്. ഓക്കെ അല്ലേ? സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ഇടം ലഭിക്കാത്ത നിരാലംബരായ ആളുകൾക്ക് അതിജീവന ആവശ്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കുന്ന സംരംഭമാണ് ആശ്രയ. എന്താണ്? സമൂഹത്തിലെ മുഖ്യധാരയിൽ ഇടം ലഭിക്കാത്ത നിരാലംബരായ ആളുകൾക്ക് അതിജീവന ആവശ്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കുന്ന സംരംഭമാണ് ആശ്രയ. ഏതാണ്? ആശ്രയ. ഓക്കെ അല്ലേ? ഇനി എന്താണ് ഷീ ലോഡ്ജ്? വിദ്യാർത്ഥിനികൾക്കും സ്ത്രീകൾക്കും മിതമായ നിരക്കിൽ സുരക്ഷിതമായ താമസ സൗകര്യവും ആഹാരവും ഒരുക്കുന്ന സംരംഭമാണ് ഷീ ലോഡ്ജ്. എന്താണ്? വിദ്യാർത്ഥിനികൾക്കും എന്താണ് സ്ത്രീകൾക്കും മിതമായ നിരക്കിൽ സുരക്ഷിതമായ താമസ സൗകര്യവും ആഹാരവും ഒരുക്കുന്ന സംരംഭമാണ് ഷീ ലോഡ്ജ്. ഓക്കെ. അപ്പോൾ എന്താണ് കുടുംബശ്രീ ട്രാവൽസ്? സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ടാക്സി സർവീസാണ് കുടുംബശ്രീ ട്രാവൽസ്. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ഇടം ലഭിക്കാത്ത നിരാലംബരായ ആളുകൾക്ക് അതിജീവന ആവശ്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കുന്ന സംരംഭമാണ് ആശ്രയ. ഇനി വിദ്യാർത്ഥിനികൾക്കും സ്ത്രീകൾക്കും മിതമായ നിരക്കിൽ സുരക്ഷിതമായ താമസ സൗകര്യവും ആഹാരവും ഒരുക്കുന്ന സംരംഭം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം എന്താണ്? ഷീ ലോഡ്ജ്. എന്താണ്? ഷീ ലോഡ്ജ്. ഓക്കെ. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ പാർട്ട് 1 കേരളം ഭരണവും ഭരണപരിഷ്കാരവും എന്ന ഭാഗത്തിൻ്റെ പാർട്ട് 1 ഈ ഭാഗത്ത് നിങ്ങളുമായി ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ പാർട്ട് 2 നാളെ തന്നെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ അപ്ലോഡ് ചെയ്യാം. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ബൈ ബൈ. സി യു.